ഉണ്ണീശോയോടുള്ള നൊവേന. ഡിസംബർ 7. മനുഷ്യവംശത്തോടുള്ള സ്നേഹത്താൽ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വഴികാട്ടിയും രക്ഷകനും നാഥനുമായി നൽകിയ കാരുണ്യവാനായ പിതാവേ, അപമാനത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിനെ മഹത്വത്തിൻ്റെ പ്രതീകമായി അങ്ങ് ഉയർത്തിയല്ലോ. സമാധാനവും സഹായവും കാണാതെ ജീവിതക്ലേശങ്ങളിൽപ്പെട്ട് വലയുന്ന ഞങ്ങളുടെ ദുഃഖദുരിതങ്ങളാകുന്ന കുരിശുകളെ അങ്ങേ കൃപാകടാക്ഷത്താൽ രക്ഷാകരമാക്കി തീർക്കണമേ. അന്തിമ നിമിഷത്തിൽ ഞങ്ങളുടെ രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിനെ സ്നേഹപൂർവ്വം ചുംബിച്ചുകൊണ്ട് ഈ ലോക ജീവിതം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഇപ്പോൾ അങ്ങേ സന്നിധിയിൽ വിനീതരായി നിൽക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണയോടെ സ്വീകരിച്ചിരണമേ. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. കർത്താവ് വലിയവനും ശക്തനുമാകുന്നു, അവിടുത്തെ വിജ്ഞാനം അഗാധമാകുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു, അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. അലയുന്ന മൃഗങ്ങൾക്കും കരയുന്ന പക്ഷികൾക്കും അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. ബന്ധിതരെ മോചിപ്പിക്കുകയും അനാഥരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. വീഴുന്നവരെ കർത്താവ് താങ്ങുന്നു, വീണവരെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. എല്ലാവരുടെയും ദൃഷ്ടികൾ പ്രത്യാശാപൂർവം അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങ് കൈ തുറന്ന് അവരെയെല്ലാം സംതൃപ്തരാക്കുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. ആത്മാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റി കൊടുക്കുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്കെഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നു എന്ന് തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വിശ്വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അവനിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേ ജനങ്ങളുടെ ആത്മീയ അന്ധകാരം നീക്കുവാൻ കുരിശിൻ്റെ പ്രകാശം കൊണ്ട് ലോകത്തിൽ വെളിച്ചം പരത്തിയ കർത്താവെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും നിർമ്മല മനസാക്ഷിയോടുകൂടി ജീവിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുരിശിൻ്റെ അടയാളത്താൽ നിങ്ങൾ വിജയം വരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, അങ്ങയുടെ വിശുദ്ധ കുരിശിൽ അഭയം തേടുന്ന ഞങ്ങളുടെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറും എന്ന് ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ച കർത്താവെ, ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുമായ ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരരെയും ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അരൂപിയാൽ ശിലാഹൃദയത്തെ പോലും മൃദുലമാക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, സ്വാർത്ഥമായി മാത്രം ചിന്തിക്കുകയും കുടുംബസമാധാനം തകർക്കുകയും ചെയ്യുന്നവരിൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമെന്നും അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും അങ്ങയുടെ സ്നേഹചൈതന്യം അവർക്ക് നൽകുകയും ചെയ്യണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയെ കുരിശിൻ ചുവട്ട് നിലകൊണ്ട് വ്യാകുലിയായ മാതാവിൻ്റെ യോഗ്യതകളെ ഓർത്ത് ഞങ്ങൾ കേണപേക്ഷിക്കുന്ന
ഈ പ്രത്യേക അനുഗ്രഹം തന്നരുളണമെന്ന് വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഉദ്ദിഷ്ടകാര്യം എന്താണോ അതിവിടെ അനുസ്മരിക്കുക. മധ്യസ്ഥ പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങയുടെ നിരന്തരമായ പരിപാലനവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. വഴിതെറ്റിപ്പോയവരെ അങ്ങ് നേർവഴിക്ക് നടത്തണമേ. പാപികൾക്ക് പശ്ചാത്താപവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും നീതിമാന്മാർക്ക് സന്തോഷവും പ്രദാനം ചെയ്യണമേ. പ്രത്യാശാപൂർവം അങ്ങയെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ ദയയോടെ കേട്ടരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ തിരുകൽപ്പനകൾ അനുസരിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുകയും സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ദുർമാർഗത്തിൽ ചലിച്ചപ്പോഴെല്ലാം അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലം കൈ അവരിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തുവല്ലോ. അങ്ങയെ പ്രമാണങ്ങളനുസരിച്ച് പാപമാർഗത്തിൽ നിന്ന് പിന്തിരിയുവാനും അങ്ങനെ അങ്ങയുടെ അനുഗ്രഹത്തിന് അർഹരാകുവാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ.